പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ഭക്ഷണം എവിടെയാണ് എത്തിച്ചേരുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത് എന്നതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ് കാണുന്നത് നല്ലതായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന രംഗമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം ആ ഭക്ഷണം വായിലിട്ട് ചവച്ചരയ്ക്കുകയാണ്. അതിങ്ങനെ വായിലിട്ട് ചവച്ചരയ്ക്കുന്ന രംഗം കാണാം. ആ ഭക്ഷണം വിഴുങ്ങുന്ന രംഗം നിങ്ങൾക്ക് കാണാം. ആ വിഴുങ്ങുന്ന രംഗം നിങ്ങൾ കാണുന്നു. ആ വിഴുങ്ങുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് വഴികളിൽപ്പെട്ട ഒരു വഴിയിലൂടെയാണ് ഭക്ഷണം താഴേക്ക് ഇറങ്ങുന്നത്. ഒരു വഴിയിലൂടെ താഴേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നിൽ വേറൊരു വഴി അടയപ്പെട്ട് കാണുന്നുണ്ട്. ആ ഭക്ഷണം ചവച്ചരയ്ക്കപ്പെട്ട് താഴേക്ക് വരുന്ന രംഗം നിങ്ങൾക്കിവിടെ കാണാം. ആ താഴേക്ക് വരുമ്പോൾ രണ്ട് വഴികൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ രണ്ട് വഴി, ഇതിലേത് വഴിയിലൂടെ ഭക്ഷണം പോകണം? ഇതൊരു കൺഫ്യൂഷനാണ്. ആ വരുന്ന ഭക്ഷണത്തിന് മുൻപിലെ വഴിയിലൂടെ പോകാം, പുറകിലെ വഴിയിലൂടെയും പോകാം. പുറകിലുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ അന്നനാളം, 30 സെന്റിമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന അന്നനാളം. ആ അന്നനാളത്തിലൂടെ, ഈസോഫാഗസിലൂടെ ആ ഭക്ഷണം ആമാശയത്തിൽ എത്തിച്ചേരണം. ഇതാണ് ശരിയായ വഴി. വേണമെങ്കിൽ ആ ഭക്ഷണത്തെ തൊട്ട് മുൻപിൽ കാണുന്ന വഴിയിലൂടെ കടന്നു വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ ശ്വസന നാളിയാണ്. മനുഷ്യൻ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം പോകുന്ന നാളിയാണ്. അതിലൂടെയാണ് ആ ഭക്ഷണം കടന്നു വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ നാളിയെ ക്ലോസ് ചെയ്യപ്പെടും, ബ്ലോക്ക് ചെയ്യപ്പെടും. ആ നാളി ബ്ലോക്ക് ചെയ്യപ്പെട്ടാലോ ആ മനുഷ്യൻ മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി ലോകത്തോട് വിട പറയും. അല്ലാഹു നമ്മയും തലമുറകളെയും കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണത്. മുന്തിരി തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, കളിപ്പാട്ടം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, 10ാം ക്ലാസ് വിദ്യാർത്ഥി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നിത്യാദിയുള്ള എത്രയോ വാർത്തകൾ. ഒരു മാസത്തെ പത്രം എടുത്താൽ ചുരുങ്ങിയത് ഒരു 7-8 വാർത്തകൾ തൊണ്ടയിൽ ഭക്ഷണമോ മറ്റിതര സാധനങ്ങളോ കുടുങ്ങി മരിച്ച ചരിത്രം പറയാനുള്ളതുണ്ടാകും. വളരെ ലാഘവത്തോടെ നാം അതൊക്കെ കേട്ട് വെറുതെ വിട്ടുകളയുന്നുണ്ട്. എത്ര ഗൗരവമാണ്! മൂർഖൻ പാമ്പ് ഒരു മനുഷ്യനെ കടിച്ചാലും ആ മൂർഖൻ പാമ്പിന്റെ വിഷം ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ആന്റിവെനം, പോളിവെനം പോലെയുള്ള മരുന്നുകൾ ഇന്ന് മെഡിക്കൽ സയൻസിൽ അവൈലബിൾ ആണ്, ലഭ്യമാണ്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കപ്പെട്ട് ആ പേഷ്യന്റിന് 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലൈസ് ചെയ്താൽ രക്ഷിക്കാൻ പറ്റുമെന്നാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് പറയുന്നത്. മൂർഖൻ പാമ്പ് കടിച്ചാലെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഒരല്പം മുകളിൽ 2 ഇഞ്ച് മുകളിൽ ഒരു ചെറിയ കെട്ട് കെട്ടി, ഒരു ചെറിയ വിരൽ കടന്നു പോകാവുന്ന ഗ്യാപ്പ് ഇട്ടൊരു കെട്ട് കെട്ടി ഉടൻ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്താൽ 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചാൽ ആ രോഗിയെ രക്ഷിക്കാൻ പറ്റും എന്ന തരത്തിലേക്ക് മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ തൊണ്ടയിൽ ഒരു ഭക്ഷണ പദാർത്ഥം കുടുങ്ങി ശ്വാസം മുട്ടുന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് എന്താണ് അവന് പറ്റിയതെന്ന് ചോദിച്ച് മനസ്സിലാക്കി, അഥവാ അവന്റെ വിഷമം കണ്ട് കാര്യം അറിഞ്ഞ് വണ്ടി വിളിച്ച് വണ്ടിയിൽ കയറ്റി വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഡോക്ടറോട് കാര്യം പറഞ്ഞ് ഡോക്ടർ ബ്രോങ്കോസ്കോപ്പ് ഇട്ട് സാധനം വലിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് 1-2 മിനിറ്റുകൾക്കുള്ളിൽ ഇംപോസിബിൾ, അസാധ്യമാണ്. രക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ അതിന് പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് മെക്കാനിസം ഒക്കെ മെഡിക്കൽ ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഹെംലിഷ് മാനോവർ എന്നറിയപ്പെടുന്ന ടെക്നിക്കിലൂടെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ കൈകാര്യം ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇത് സാധാരണ ജനങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരാളെ രക്ഷിക്കാനും ബുദ്ധിമുട്ടാണ്. ചുരുക്കം ഞാൻ പറഞ്ഞു വെക്കുന്നത്, തൊണ്ടയിൽ ഭക്ഷണ പദാർത്ഥം കുടുങ്ങിയിട്ട് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ ലോകത്തോട് വിട പറയലാണ് റിസൾട്ട്. അത്രത്തോളം ദുർബലനാണ് മനുഷ്യൻ. റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര വലിയ അഹങ്കാരിയെയും അവന്റെ ഈ ഭൂമി പ്രതലത്തിൽ ഇട്ടുകൊണ്ട് പിടയ്ക്കുന്ന അവസ്ഥയുണ്ടാക്കി തരാൻ പറ്റുന്ന തരത്തിൽ ഒരു ചെറിയ സംവിധാനത്തെ തൊണ്ടയ്ക്കുള്ളിൽ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നു. എപ്പിഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്ന ചെറിയൊരു തന്തു, ആ തന്തു വന്ന് അടയുമ്പോഴാണ് ആ ഭക്ഷണ പദാർത്ഥം മുൻപിലേക്ക് പോകാതെ ശരിയായ വഴിയിലൂടെ പോകുന്നത്. എപ്പിഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്ന ഈ സംവിധാനം തൊണ്ടയിൽ ഇല്ലെങ്കിൽ ഭക്ഷണം റൂട്ട് മാറി ശ്വാസം മുട്ടി മനുഷ്യൻ മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അത്രത്തോളം ചെറുവിരലിനേക്കാൾ ചെറിയൊരു തന്തുവിനെ കൊണ്ട് തൊണ്ടയിൽ അവനെ സംരക്ഷിച്ച് അതേ തന്തുവിനെ കൊണ്ട് തന്നെ അവന്റെ ജീവന് ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല വെറും ദുർബലനായിട്ടാണ് മനുഷ്യനെ പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. വെറും ദുർബലനായിട്ടാണ് മനുഷ്യൻ പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ദുർബലനായാണ് പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ ഒന്നാമത്തെ ദൗർബല്യം തൊണ്ടയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഗൗരവത്തോടെ നാം ഈ വിഷയത്തെ സാന്ദർഭികമായി ഒന്ന് കാണുകയും പിന്നീട് ആ ഭക്ഷണം വരുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് തന്നെ വന്ന് അടയുകയും ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അതങ്ങ് അടഞ്ഞ് ആ ഭക്ഷണം വളരെ സുന്ദരമായി താഴേക്ക് പോകുന്ന കാഴ്ച കാണാം. അതിങ്ങനെ താഴേക്ക് ഒരു പാമ്പ് ഇര വിഴുങ്ങുന്നത് പോലെ പതുക്കെ താഴേക്ക് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതങ്ങനെ ആമാശയത്തിലേക്ക് വന്നു ചേരുന്ന രംഗം. ഈ ആമാശയത്തിലേക്ക് അത് വീഴുന്നതിന് തൊട്ട് മുൻപ് ആ അന്നനാളവും ആമാശയവും തമ്മിൽ യോജിക്കപ്പെടുന്ന ജംഗ്ഷനിൽ ഒന്ന് പിടിച്ചു നിർത്തപ്പെടുന്നുണ്ട്. ആ ഭക്ഷണം ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് പിന്നെ സാവകാശം ആ ജംഗ്ഷൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ആ ഭക്ഷണ പദാർത്ഥം താഴേക്ക് വീഴുന്നത്.
ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ഈ ജംഗ്ഷനിൽ ഭക്ഷണം നിർത്തി പിന്നെ പതുക്കെ അത് റിലാക്സ് ചെയ്തിട്ട് ആമാശയത്തിലേക്ക് ഭക്ഷണം വീഴുന്നു. ഈ ഭക്ഷണ പദാർത്ഥം വളരെ വേഗത്തിൽ താഴേക്ക് വീഴാനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യൻ തലകുത്തി നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ആമാശയത്തിലേക്ക് പോകുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരാൾ തലകുത്തി നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം ആമാശയത്തിൽ എത്തുമോ ഇല്ലയോ? എത്തും. എന്തുകൊണ്ട്? തലകുത്തിയിലേക്ക്. അപ്പൊ എങ്ങനെ എത്തുക? അതിന്റെ മസിൽസിന്റെ പ്രത്യേകമായിട്ടുള്ള അതിന്റെ കംപ്രഷൻ ആൻഡ് റിലാക്സേഷൻ, പെരിസ്റ്റോൾസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണ്. ഒരു പാമ്പ് ഇര വിഴുങ്ങുന്നത് പോലെ പതുക്കെ അത് ബൾജ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ബൾജ് ചെയ്ത് റിലാക്സ് ചെയ്ത് പതുക്കെ അത് താഴേക്ക് വരുന്നത് പോലെ തലകുത്തി നിന്നാലും മസിലിന്റെ ആക്ഷൻ കൊണ്ടാണ് ഭക്ഷണം താഴേക്ക് വരുന്നത്. അതൊരു പ്രത്യേക സ്പീഡിലുമാണ്. ഈ സ്പീഡ് അല്പം കൂടിക്കഴിഞ്ഞാൽ ആ കൂടുന്ന സ്പീഡ് കൊണ്ട് ഭക്ഷണം വളരെ വേഗത്തിൽ വരികയും ഈ അന്നനാളവും ആമാശയവും തമ്മിൽ യോജിക്കുന്ന ജംഗ്ഷനിൽ നിൽക്കേണ്ട സമയം നിൽക്കാതെ പെട്ടെന്ന് അത് താഴേക്ക് വന്ന് ആമാശയത്തിൽ പതിക്കുകയും ചെയ്യും. ആ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അന്നനാളവും ആമാശയവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനിൽ ആ മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ പിന്നീട് സ്വാഭാവികമായും ഭക്ഷണം വളരെ വേഗത്തിൽ പെരിസ്റ്റോൾസിസിനേക്കാൾ ഒരല്പം ശതമാനം കൂടുതൽ വേഗതയിൽ ഇത് താഴേക്ക് വരാൻ കാരണമാകും. അങ്ങനെ വളരെ വേഗത്തിൽ, പെരിസ്റ്റോൾസിസിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഈ ഭക്ഷണം താഴേക്ക് വരാൻ കാരണമാകുന്ന ഒരു ദുശ്ശീലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. അത് മാറ്റണം എന്നുള്ളത് ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുന്ന ആളുകളുടെ നിർബന്ധ ബാധ്യതയാണ്. സാധാരണയായി സ്വാഭാവികമായും വരേണ്ട വേഗതയേക്കാൾ ഒരല്പം വേഗത താഴേക്ക് വരുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു ദുശ്ശീലം നമുക്കുണ്ട്. ആ വേഗത കൂടാൻ പാടില്ല. കൂടാതിരിക്കാനുള്ള മെത്തേഡുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലുണ്ട്. നാം അത് കൂട്ടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുശ്ശീലമാണ് ഭക്ഷണവും വെള്ളവും കുടിക്കുമ്പോൾ നിന്നുകൊണ്ട് ആകുക എന്നുള്ളത്. ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നിന്നുകൊണ്ടാകുമ്പോൾ സ്വാഭാവികമായും പെരിസ്റ്റോൾസിസിനേക്കാൾ ഒരല്പം കൂടി വേഗതയിലാണ് ഭക്ഷണം താഴേക്ക് വരുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒരല്പം മാത്രം അതിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഫക്ട് ചെയ്യപ്പെടുമ്പോൾ